ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 3rd യൂണിറ്റാണ് നോക്കുന്നത്. 3rd യൂണിറ്റിൻ്റെ പേരാണ് ക്ലൗഡ് 9. ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ്ട്രീംലി ഹാപ്പി, വളരെയധികം ഹാപ്പി മൊമെൻറ്റിലാണ് നമ്മൾ ഐ മീൻ ക്ലൗഡ് 9 എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. ക്ലൗഡ് 9 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി എന്നാണ് അർത്ഥം. പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് കുറച്ച് മഹത് വ്യക്തികളുടെ കോട്ട്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചിന്തകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ ആരുടെ കോട്ടാണ്? മഹാത്മാഗാന്ധിയുടെ കോട്ടാണ് അല്ലേ. ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് യു ആർ ഇൻ ഹാർമണി. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും യോജിപ്പിലായിരിക്കുമ്പോഴാണ് സന്തോഷമുണ്ടാകുന്നത്. അതൊരു ഹാർമണിയിലായിരിക്കുമ്പോഴാണ്. നമ്മളുടെ ചിന്തയും നമ്മൾ പറയുന്നതുമെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുന്നത് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇനി ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. നോ മെഡിസിൻ ക്യൂവേഴ്സ് വാട്ട് ഹാപ്പിനെസ് കനോട്ട്. സന്തോഷത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്തത് ഒരു മരുന്നിനും സുഖപ്പെടുത്താൻ കഴിയില്ല. സന്തോഷത്തെക്കുറിച്ചാണല്ലേ ഇവരൊക്കെ പറഞ്ഞിരിക്കുന്ന കോട്ട്. ഇനി അടുത്തത് റാൽഫ് വാൾഡോ എമേഴ്സൺ. അദ്ദേഹം പറഞ്ഞത്, ഫോർ എവറി മിനിറ്റ് യു ആർ ആംഗ്രി യു ലൂസ് 60 seconds ഓഫ് ഹാപ്പിനെസ്. ദേഷ്യപ്പെടുന്ന ഓരോ മിനിറ്റിലും നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ 60 സെക്കൻഡ് നഷ്ടപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ആലീസ് വോക്കർ. ആലീസ് വോക്കർ എന്താ പറഞ്ഞത്? ഡോണ്ട് വെയിറ്റ് അറൗണ്ട് ഫോർ അതർ പീപ്പിൾ ടു ബി ഹാപ്പി ഫോർ യു. എനി ഹാപ്പിനെസ് യു ഗെറ്റ് യു ഹാവ് ഗോട്ട് ടു മേക്ക് യുവർ സെൽഫ്. മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി സന്തോഷിക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതൊരു സന്തോഷവും നിങ്ങൾ സ്വയം ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഹാപ്പിനെസ് വേണോ, നിങ്ങളത് സ്വയം ഉണ്ടാക്കണം എന്നാണ് ആലീസ് വോക്കർ പറഞ്ഞത്. വീണ്ടും ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ, അതൊന്ന് നോക്കാം. ലുക്ക്, ദേ ആർ റിയലി ലെറ്റിംഗ് ദംസെൽസ് ഗോ. എന്ന് വെച്ചാൽ എന്താ? നോക്കൂ, അവർ ശരിക്കും സ്വയം ആസ്വദിക്കുകയാണ്. ദംസെൽസ് ഗോ എന്ന് പറഞ്ഞാൽ അവർ അവരെ തന്നെ മറന്നു പോവുകയാണ്. ദേ ആർ ഓൺ ക്ലൗഡ് 9. അതെ, അവർ ക്ലൗഡ് 9ലാണ്, അതായത് എക്സ്ട്രീംലി ഹാപ്പിയാണ്. അവർ വളരെയധികം സന്തോഷത്തിലാണ്. റിയലി ദേ സീം ടു ബി ഓവർ ദ മൂൺ. അതെ, ശരിക്കും അവർ ഓവർ ദ മൂൺ ആണ്. ഓവർ ദ മൂൺ എന്ന് പറഞ്ഞാലും എക്സ്ട്രീംലി ഹാപ്പി എന്നുള്ള അർത്ഥമാണ്. ചന്ദ്രന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹാപ്പി, വളരെയധികം സന്തോഷം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ലെറ്റ്സ് റീഡ് അബൌട്ട് എ ലിറ്റിൽ ഗേൾ ഹു വെന്റ് ഓൺ എ സ്കൂൾ ട്രിപ്പ് വിച്ച് ഗേവ് ഹർ എ ലോട്ട് ഓഫ് ഫൺ ആൻഡ് ത്രിൽ. നമുക്ക് ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥ വായിക്കാം. ഹു വെന്റ് ഓൺ എ സ്കൂൾ ട്രിപ്പ്. സ്കൂൾ ട്രിപ്പിന് പോയ ഒരു പെൺകുട്ടിയാണത്. വിച്ച് ഗേവ് ഹർ എ ലോട്ട് ഓഫ് ഫൺ ആൻഡ് ത്രിൽ. അത് അവൾക്ക് വളരെയധികം രസകരവും ആവേശവും ഒക്കെ നിറഞ്ഞ ഒരു സ്കൂൾ ട്രിപ്പായിരുന്നു. ദിസ് എക്സെപ്റ്റ് ഈസ് ടേക്കൺ ഫ്രം ടോട്ടു-ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ. ഈ ഭാഗം ടോട്ടു-ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന ഒരു ഓട്ടോബയോഗ്രഫിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. തെത്സുഗോ കുറിയോനഗി എഴുതിയ പ്രശസ്തമായ ഗ്രന്ഥമാണ് ടോട്ടു-ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ. ഇതിൽ തൻ്റെ തന്നെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് ഇദ്ദേഹം വിവരിച്ചിരിക്കുന്നത്. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ യാത്രയാണ്. ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. എവിടേക്കാണ് യാത്ര പോകുന്നത് ഇവർ? ഹോട്ട് സ്പ്രിങ്ങിലേക്കാണ്, ചൂടുള്ള ഒരു അരുവിയിലേക്കാണ്. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ അരുവി അല്ലെങ്കിൽ ഉറവ എന്നൊക്കെ പറയും. അരുവിയിലേക്കാണ് ഇവർ യാത്ര പോകുന്നത്. ഇത് എഴുതിയത് ആരാണ്? തെത്സുഗോ കുറിയോനഗി. അദ്ദേഹത്തിൻ്റെ തന്നെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളാണ് ടോട്ടു-ചാൻ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിരുന്നത്. സമ്മർ വെക്കേഷൻ കെയിം ടു ആൻ എൻഡ് ആൻഡ് ദ ഡേ ഓഫ് ദ ട്രിപ്പ് ടു ദ ഹോട്ട് സ്പ്രിംഗ് റിസോർട്ട് ഫൈനലി അറൈവ്ഡ്. വേനൽക്കാല അവധിക്കാലം അവസാനിച്ചു. ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്കുള്ള യാത്രയുടെ ദിവസം ഒടുവിൽ വന്നെത്തി. For the students, it was the most important event at Tomo. ടോമോയിലെ വിദ്യാർത്ഥികൾക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. The trip was to a seaside school at a place called Toi on the Izu Peninsula in Shizuoka. ഷിസുവോക്കയിലെ ഇസു പെനിൻസുലയിലെ ടോയ് എന്ന സ്ഥലത്തെ കടൽത്തീര സ്കൂളിലേക്കായിരുന്നു യാത്ര. ഇസു പെനിൻസുല എന്ന് പറഞ്ഞാൽ ഉപദ്വീപാണ്. അപ്പോൾ ആ ഇസു പെനിൻസുലയിലെ ടോയ് എന്ന സ്ഥലത്തെ കടൽ തീരത്തേക്കായിരുന്നു ഇവരുടെ യാത്ര. There was a hot spring right in the sea where the children could both swim and take a hot bath. കടലിൽ തന്നെ ഒരു ചൂട് നീരുറവ ഉണ്ടായിരുന്നു, ഒരു സ്പ്രിംഗ് ഉണ്ടായിരുന്നു, ഒരു അരുവി ഉണ്ടായിരുന്നു. അവിടെ കുട്ടികൾക്ക് നീന്താനും ചൂടുവെള്ളത്തിൽ കളിക്കാനുമൊക്കെ കഴിയുമായിരുന്നു. The trip would last
3 days and 2 nights. ആ യാത്ര 3 പകലും 2 രാത്രിയും നീണ്ടു നിൽക്കും. വൺ ഓഫ് ദി സ്റ്റുഡൻസ് ഫാദർ ഹാഡ് എ വെക്കേഷൻ ഹോം ദെയർ. വിദ്യാർത്ഥികളിൽ ഒരാളുടെ പിതാവിന് അവിടെ ഒരു വെക്കേഷൻ ഹോം ഉണ്ടായിരുന്നു, ഒരു അവധിക്കാല വീടുണ്ടായിരുന്നു. വെയർ ഓൾ 50 ഓഫ് ദി ടോമോസ് സ്റ്റുഡൻസ് ഫ്രം ദ ഫസ്റ്റ് ടു 6th ഗ്രേഡ്സ് കുഡ് സ്റ്റേ. അവിടെയാണ് 1ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് വരെയുള്ള 50 ടോമോ വിദ്യാർത്ഥികളും താമസിക്കേണ്ടിയിരുന്നത്. ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹെർ മദർ വുഡ് ലെറ്റ് ഹെർ ഗോ. അപ്പോൾ ടോട്ടോ ചാന് തൻ്റെ അമ്മ തന്നെ പോകാൻ അനുവദിക്കുമോ എന്നുള്ളതിന് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. മോം, മേ ഐ ഗോ ഫോർ ദ ട്രിപ്പ്? ഷി ആസ്ഡ് ഹെസിറ്റൻ്റ്ലി. അപ്പോൾ അവളിങ്ങനെ മടിയോടെ ചോദിക്കുകയാണ്, അമ്മേ ഞാനും ട്രിപ്പിന് പോയിക്കോട്ടെ, ടൂറിന് പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ബട്ട് ഹെർ മദർ ഹാഡ് ഓൾറെഡി ഗോട്ട് ദ ഹെഡ് മാസ്റ്റേഴ്സ് ലെറ്റർ ആൻഡ് മെയ്ഡ് അപ്പ് ഹെർ മൈൻഡ് ടു ലെറ്റ് ടോട്ടോ ചാൻ ഗോ. ഓൾറെഡി ഹെഡ് മാസ്റ്ററുടെ കത്ത് അവളുടെ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടോ ചാനെ പോകാൻ അനുവദിച്ചു. അമ്മ ഓക്കെ പറഞ്ഞു. പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു ഹെഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്നും കിട്ടിയത്. അപ്പോൾ അമ്മ ഓക്കെ പറഞ്ഞു, പൊയ്ക്കോ എന്നുള്ള അനുവാദം കൊടുത്തു. നൗ ദെൻ സെഡ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ ഹാഡ് ഓൾ അസംബിൾഡ് ടു സ്റ്റാർട്ട് ദ ട്രിപ്പ്. ട്രിപ്പ് പോവാൻ തയ്യാറായി അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞു, വി ആർ ട്രാവലിംഗ് ബൈ ട്രെയിൻ ആൻഡ് ബൈ ഷിപ്പ്. നമ്മൾ ട്രെയിനിലും ഷിപ്പിലും ഒക്കെയാണ് യാത്ര ചെയ്യുന്നത്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് എനി ഓഫ് യു ടു ഗെറ്റ് ലോസ്റ്റ്. നിങ്ങളിൽ ആരും നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞു. ഡു യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ എന്ന് ചോദിച്ചു ഹെഡ് മാസ്റ്റർ. ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. അപ്പൊ ശരി, നമ്മൾ ഇതാ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ദർ വാസ് ദ ഓൺലി ഇൻസ്ട്രക്ഷൻ ഹി ഗേവ്. അത് മാത്രമായിരുന്നു ആകെ അദ്ദേഹം കൊടുത്ത ഒരു നിർദ്ദേശം. ദ ചിൽഡ്രൻ വെയർ അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ഇൻ ദ ട്രെയിൻ. എന്നിട്ടും ട്രെയിനിൽ ഏറ്റവും നന്നായി തന്നെ കുട്ടികളെല്ലാവരും ബിഹേവ് ചെയ്തു. നോബഡി റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ കാർസ്. ട്രെയിനിലെ ബോഗിയിലൂടെയോ അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റിലൂടെയോ ഒന്നും കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടിച്ചാടി നടന്നില്ല. ആൻഡ് ദ ഓൺലി ടോക്കിംഗ് വാസ് ഡൺ ക്വയറ്റ്ലി എമംഗ് those sitting next to each other. അടുത്തിരിക്കുന്നവരോട് മെല്ലെയാണ് സംസാരിച്ചത്. ഒരുപാട് ഒച്ചത്തിൽ സംസാരിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. ക്വയറ്റ്ലി, എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മെല്ലെയാണ് അവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ദ ടോമോ പീപ്പിൾസ് ഹാഡ് നെവർ ബീൻ ആക്ച്വലി ടോൾഡ് ഹൗ ടു ബിഹേവ് ഇൻ പബ്ലിക്. പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന്, എങ്ങനെ പെരുമാറണമെന്ന് ഒരിക്കലും ടോമോയിലെ വിദ്യാർത്ഥികളെ ആരും തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സംഹൗ ദ സ്കൂൾ ലൈഫ് ഹാഡ് ഇൻസ്റ്റിൽഡ് ഇൻ ടു ദം ദ ബേസിക്സ് ഓഫ് ഡീസൻസി ആൻഡ് ഗുഡ് ബിഹേവിയർ. പക്ഷേ എങ്ങനെയൊക്കെയോ അവരുടെ സ്കൂൾ ജീവിതം അവരിൽ മാന്യതയുടെയും നല്ല പെരുമാറ്റത്തിൻ്റെയും ഒക്കെ ഒരു അടിസ്ഥാനം വളർത്തിയെടുത്തിരുന്നു. ദേ നെവർ ബുള്ളീഡ് അതേഴ്സ്. മറ്റുള്ളവരുമായി ഒരിക്കലും വഴക്കുണ്ടാക്കിയില്ല. നെവർ ടുക്ക് ടു അൺറൂലി ബിഹേവിയർ. അനിയന്ത്രിതമായി അവരാരും പെരുമാറിയില്ല. പിക്ഡ് അപ്പ് ലിറ്റർ വെനെവർ ദേ ഫൗണ്ട് ഇറ്റ്. എവിടെയെങ്കിലും വേസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിക്ക് ചെയ്തിരുന്നു. അതെല്ലാം പിക്ക് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് നിക്ഷേപിക്കുമായിരുന്നു. ആൻഡ് നെവർ അനോയ്ഡ് ഓർ ഡിസ്റ്റർബ്ഡ് അതേഴ്സ്. മറ്റുള്ളവരെ ഒരിക്കലും ശല്യപ്പെടുത്തിയിരുന്നില്ല. ദ ബിഗസ്റ്റ് സർപ്രൈസ് വാസ് ടോട്ടോ ചാൻ. അതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ടോട്ടോ ചാൻ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻ ഹർ ഓൾഡ് സ്കൂൾ, അവളുടെ പഴയ സ്കൂളിൽ ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. അവള് ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൂട്ടിയിരുന്നത്. ഷീ വുഡ് ഈവൻ ടോക്ക് ടു മ്യൂസിഷ്യൻസ് ഇൻ ദ സ്ട്രീറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ഇൻ ദ മിഡിൽ ഓഫ് എ ക്ലാസ്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും അവളെ ജനലിൽ കൂടെ നോക്കി സ്ട്രീറ്റിലുള്ള തെരുവില് മ്യൂസിഷ്യൻസ് ഒക്കെ ഉണ്ടാവും, അപ്പൊ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നല്ല വികൃതി കുട്ടിയായിരുന്നല്ലേ. അറ്റ് ടോമോ ഫ്രം ഹർ ഫസ്റ്റ് ഡേ ഷി വാസ് അറ്റൻറ്റീവ് ഇൻ ക്ലാസ് ആൻഡ് ഡിഡ് ഹെർ ലെസൺസ് പ്രോപ്പർലി. പക്ഷെ ടോമോയിലെ സ്കൂളിൽ എത്തിച്ചേർന്നപ്പോഴത്തേനും അവള് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ അവൾ അറ്റൻറ്റീവ് ആയിട്ടിരുന്നു, നല്ല ശ്രദ്ധാലുവായിട്ടിരുന്നു. ആൻഡ് ഡിഡ് ഹെർ ലെസൺസ് പ്രോപ്പർലി. അവളുടെ ലെസൺസ് എല്ലാം, ഹോംവർക്കും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ആയിട്ട് അവൾ ചെയ്തു. ഇഫ് any of the teachers from her old school saw her now, they would not believe their eyes. അപ്പോൾ പഴയ സ്കൂളിലെ ഏതെങ്കിലും ഒരു ടീച്ചർ ഇപ്പോൾ അവളെ കാണുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുകയില്ല. ഷുവർലി ഇറ്റ്സ് നോട്ട് ടോട്ടോ ചാൻ, ദേ വുഡ് ഹാവ് സെഡ്. അപ്പോൾ അവർ പറയും ഇത് ടോട്ടോ ചാൻ ഒന്നും അല്ല, ഇറ്റ് മസ്റ്റ് ബി സംബഡി എൽസ്, ഇത് വേറെ ആരോ ആണ് എന്ന് ആ ടീച്ചേഴ്സ് പറയും. കാരണം വെച്ചാൽ അത്രയ്ക്കധികം അവൾ മാറിപ്പോയി, അത്രയും വികൃതിയായിരുന്നു, ഇപ്പം നല്ല കുട്ടിയായി മാറിയിരിക്കുന്നു. At Numazu, they embarked on a ship that was just like what they had all dreamed about. നുമാസുവിൽ വെച്ച് അവരെല്ലാവരും സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു കപ്പലിൽ കയറി.
ഇറ്റ് വാസൻറ്റ് എ ബിഗ് ഷിപ്പ്, അത് വലിയൊരു കപ്പലൊന്നുമായിരുന്നില്ല. ബട്ട് ദേ വെർ ഓൾ സോ എക്സൈറ്റഡ് ദാറ്റ് ദേ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്, പുള്ളിങ് അറ്റ് ആൻഡ് പോക്കിംഗ് ദെയർ ഹാൻഡ്സ് ഇൻ ടു എവറിത്തിങ്. പക്ഷേ അവരെല്ലാം വളരെ ആവേശഭരിതരായിരുന്നു. കപ്പലിൻ്റെ ഓരോ കോണും അവരെ പരിശോധിച്ചു. എല്ലാത്തിൻ്റെ മേലും കൈകളിങ്ങനെ കുത്തിയും തൊട്ടും ഒക്കെ നോക്കി. ബട്ട് സോൺ ദ സീ ബിക്കെയിം റഫ്, പെട്ടെന്ന് തന്നെ കടല് പ്രക്ഷുബ്ധമായി. ടോട്ടോച്ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക് ആസ് ഡിഡ് സം അതേഴ്സ്. ടോട്ടോച്ചാനും മറ്റു ചില കുട്ടികളുമെല്ലാം പെട്ടെന്ന് അസ്വസ്ഥരായി. വെൻ ദ ഷിപ്പ് റോക്ക്ഡ്, one of the older boys stood amidship and ran from one side to the other saying oops. കപ്പൽ കുലുങ്ങിയപ്പോൾ മുതിർന്ന ആൺകുട്ടികളിൽ ഒരാൾ കപ്പലിന്റെ നടുവിൽ നിന്ന് ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് ഊപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഓടി. It was so funny that the children couldn't help laughing even though they felt so seasick. അത് വളരെ രസകരമായിരുന്നു. ആ കൊച്ചങ്ങനെ ചെയ്തത്, ആൺകുട്ടി ഇങ്ങനെ ഊപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് പോയത് കണ്ടപ്പോൾ എല്ലാവർക്കും ചിരി അടക്കാൻ കഴിഞ്ഞില്ല. അത് വളരെ രസകരമായിരുന്നു. When they disembarked, the oops boy began to feel sick just when everyone else had recovered and was feeling fine. മറ്റു കുട്ടികളെല്ലാവരും ഓക്കെ ആയപ്പോൾ ഈ ഊപ്സ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിച്ച ഈ പയ്യൻ ആകെ അസ്വസ്ഥനായി തുടങ്ങി. സീ സിക്നെസ് തുടങ്ങി. സീ സിക്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? കടലിൻ്റെ ഒക്കെ നടുവിലെത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അതിനെയാണ് സീ സിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർ ഓക്കെ ആയപ്പോൾ ഇവന് വോമിറ്റിംഗ് ടെൻഡൻസി വന്നു. ദ സ്പാ അറ്റ് ടോയ് വാസ് ഇൻ എ ക്വയറ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓൺ ദ സീ സറൗണ്ടഡ് ബൈ വുഡഡ് ഹിൽസ്. മരങ്ങൾ നിറഞ്ഞ കുന്നുകളാൽ ചുറ്റപ്പെട്ട കടലിന്റെ തീരത്ത് ശാന്തവും മനോഹരവുമായ ഒരു ഗ്രാമമായിരുന്നു ടോയിലെ സ്പാ. ആഫ്റ്റർ എ ഷോർട്ട് റെസ്റ്റ്, കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം, ദ ടീച്ചേഴ്സ് ടുക്ക് ദ ചിൽഡ്രൻ ഡൗൺ ഫോർ എ സ്വിം ഇൻ ദ സീ. കടലിൽ നീന്തി കളിക്കാനായിട്ട് കുട്ടികളെ ടീച്ചേഴ്സ് എല്ലാവരും കൊണ്ടുപോയി. ഇറ്റ് വാസ് ഇൻ ലൈക്ക് ദ സ്വിമ്മിംഗ് പൂൾ അറ്റ് സ്കൂൾ. സ്കൂളിലെ സ്വിമ്മിംഗ് പൂൾ പോലെ ആയിരുന്നില്ല ഇത്. സോ ദേ വോർ ദെയർ സ്വിം സ്യൂട്ട്സ്. അതുകൊണ്ട് തന്നെ അവർ ആ സ്വിം സ്യൂട്ട്സ് എല്ലാം ധരിച്ചിട്ടാണ് നീന്തിയത്. The hot spring in the sea was most unusual. കടലിലെ ആ ഹോട്ട് സ്പ്രിംഗ്, ചൂട് നീരുറവ വരുന്ന ആ ഭാഗം എന്ന് പറയുന്നത് അത് അസാധാരണമായിരുന്നു. അത് യൂഷ്വൽ ആയിട്ട് തോന്നിയില്ല. It was not enclosed, so there was no line separating the hot spring from the rest of the sea. അത് വേർതിരിച്ച് അടച്ചിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ചൂട് നീരുറവയെ കടലിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ലൈനും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ടോട്ടോച്ചാനും കൂട്ടുകാരും കടലിലെ ചൂട് നീരുറവ വരുന്ന സ്ഥലത്ത് നിന്നാണ് നീന്തി കളിക്കുന്നത്. കടലിൽ ചൂട് നീരുറവ വരുന്ന ചില പ്രതിഭാസങ്ങളുണ്ട് അല്ലേ? ചില സമയത്ത് നോർമൽ ഹോട്ട് വാട്ടർ ആയിരിക്കാം അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ചില സമയത്ത് എക്സ്ട്രീം ഹോട്ട് ആയിരിക്കും. ചില പ്രദേശങ്ങളിലൊക്കെ വളരെയധികം ചൂടുള്ള വെള്ളമായിരിക്കും വരിക, കടലിന്റെ അടിയിൽ നിന്നും വരുന്നത്. If you crouched down where you were told the hot spring was, the hot water came up to your neck. ചൂട് നീരുറവ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളൊന്ന് കുനിഞ്ഞിരുന്നാൽ ചൂടുവെള്ളം നിങ്ങളുടെ കഴുത്തോളം എത്തും എന്നാണ് ടോട്ടോച്ചാൻ പറയുന്നത്. It felt lovely, just like being in a hot bath. നല്ല ചൂട് വെള്ളത്തിൽ കുളിക്കുന്നത് പോലെ മനോഹരമായിരുന്നു അത്. In those days, the seashore was so deserted. ആ ദിവസങ്ങളിൽ സീഷോർ, കടലിൻ്റെ തീരം വളരെ വിജനമായിരുന്നു. ആരും തന്നെ ഉണ്ടായിരുന്നില്ല. It was like being on their own private beach. The children reveled in this unusual hot spring sea bathing. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വന്തം കടൽ തീരത്തിരുന്ന് എൻജോയ് ചെയ്യുന്നത് പോലെ ആയിരുന്നു അത്. ദ ചിൽഡ്രൻ റിവൽഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്യുക. കുട്ടികളെല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്തു ഇൻ ദിസ് അൺയൂഷ്വൽ ഹോട്ട് സ്പ്രിംഗ് സീ ബാത്തിങ്. അപ്പോൾ ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള അസാധാരണമായ ഈ ചൂട് നീരുറവയിൽ കുളിക്കുന്നത് അത് വളരെയധികം എൻജോയ് ചെയ്തിരുന്നു കുട്ടികളെല്ലാവരും. വെൻ ദേ ഗോട്ട് ബാക്ക് ടു ദ ഹൗസ് ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ദ വാട്ടർ സോ ലോങ്, ദെയർ ഫിംഗേഴ്സ് വെർ എ മാസ് ഓഫ് റിങ്കിൾസ്. വൈകുന്നേരമായപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് പോയി. പക്ഷേ വെള്ളത്തിൽ ഒരുപാട് നേരം കളിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ വിരലുകളിലെല്ലാം റിങ്കിൾസ് വീണിരുന്നു. റിങ്കിൾസ് എന്ന് പറഞ്ഞാൽ ചുളിവുകൾ. അപ്പോൾ അവരുടെ വിരലുകളിലെല്ലാം ചുളിവുകൾ വീണിരുന്നു. ഈച്ച് നൈറ്റ് വൺസ് ദേ വെർ ടക്ഡ് ഇൻ ടു ദെയർ ക്വിൽറ്റ്സ്, ദ ചിൽഡ്രൻ ടുക്ക് ടേൺസ് ടെല്ലിംഗ് ഗോസ്റ്റ് സ്റ്റോറീസ്. അപ്പോൾ ഓരോ രാത്രിയും അവരെ ഇങ്ങനെ ക്വിൽറ്റിൻ്റെ അടിയിൽ, ക്വിൽറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കട്ടിയുള്ള പുതപ്പാണ്, അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്
കുട്ടികളെല്ലാവരും എന്ത് സ്റ്റോറീസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഗോസ്റ്റിൻ്റെ സ്റ്റോറീസാണ്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ, പ്രേത കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. ടോട്ടോ ചാൻ ആൻഡ് ദി other first graders got so frightened that they cried. അപ്പോൾ ടോട്ടോ ചാനും 1ാം ക്ലാസ്സിലെ മറ്റുള്ള കുട്ടികളും എല്ലാവരും ഈ കഥകളെല്ലാം കേട്ടിട്ട് പേടിച്ച് വിറച്ച് അവർ കരഞ്ഞു. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദെയർ ടിയേഴ്സ് ദേ വുഡ് ആസ്ക് ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ്. പക്ഷെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അവർ ചോദിക്കും, എക്സൈറ്റ്മെൻറ്റിൽ അവർ ചോദിക്കും, ഇനി എന്താ സംഭവിച്ചേ, എന്നിട്ട് എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കും. കാരണം അത്രയും ക്യൂരിയസ് ആണ്. ക്യൂരിയോസിറ്റി വന്നിട്ട് അവർ എക്സൈറ്റ്മെൻറ്റിൽ അവരിങ്ങനെ ചോദിക്കും, എന്നിട്ട് എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കും. Unlike camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. സ്കൂളിലൊക്കെ ചില ദിവസങ്ങളിൽ ക്യാമ്പ് നടത്താറുണ്ട്, ബ്രേവറി ടെസ്റ്റ് നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ടോയ് സ്പായിലെ ആ 3 ദിവസത്തെ താമസം എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു, യഥാർത്ഥത്തിലുള്ള ഒരു അനുഭവമായിരുന്നു. There was a forest full of cicadas and a shop where you could buy popsicles. അവിടെ ഒരു കാടുണ്ട്, ആ കാട്ടിൽ നിറയെ സിക്കാഡാസ് ആണുള്ളത്. സിക്കാഡാസ് എന്ന് പറഞ്ഞാൽ എന്താ? ചീവീടാണ് ഉള്ളത്. ആൻഡ് എ ഷോപ്പ് വേർ യു കുഡ് ബൈ പോപ്സിക്കിൾസ്. പിന്നെ ഒരു ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് പോപ്സിക്കിൾസ് വാങ്ങാം. ഐസ് അല്ലേ, കോലിലൊക്കെയുള്ള ഐസ് ഇല്ലേ, കോൽ ഐസ് എന്ന് പറയും. അപ്പോൾ പോപ്സിക്കിൾസ് ഒക്കെ വാങ്ങാം. And they met a man on the beach who was building a big wooden boat all by himself. കടൽ തീരത്ത് ഒരു വലിയ മരത്തിൻ്റെ ഒരു ബോട്ട് സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരാളെ അവർ കണ്ടുമുട്ടി. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്ഡ്. അതിന് ഏകദേശം ഒരു ബോട്ടിൻ്റെ ഷേപ്പൊക്കെ എത്തിയിരുന്നു. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അപ്പോൾ ഓരോ ദിവസവും ആദ്യത്തെ കാര്യം, ഈ കുട്ടികളെ ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഓടും രാവിലെ തന്നെ എണീറ്റപാടെ. എന്തിനു വേണ്ടിയിട്ടാ? അദ്ദേഹം എത്രത്തോളം ചെയ്തു എന്നത് കാണാൻ വേണ്ടിയിട്ട്, എത്രത്തോളം ബോട്ട് ചെയ്തു എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓടുന്നത്. ദ മാൻ ഗേവ് ടോട്ടോ ചാൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിംഗ്. ആ മനുഷ്യൻ ടോട്ടോ ചാന് വളരെ നീളമുള്ളതും ചുരുണ്ടതുമായ ഒരു മരക്കഷ്ണം നൽകി. ഹൗ അബൌട്ട് എ സോവനിയർ ഫോട്ടോഗ്രാഫ് ആസ്ക്ഡ് ദ ഹെഡ് മാസ്റ്റർ വെൻ ദേ വേർ ടു ലീവ്. ഒരു ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഹെഡ് മാസ്റ്റർ അവരെ തിരിച്ചു പോകുന്ന ആ സമയം ആയപ്പോഴത്തേനും ചോദിച്ചു. സുവനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മരണ അല്ലെങ്കിൽ ഒരു സ്മാരകം. ഈ യാത്രയുടെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫ് എടുത്താലോ എന്നാണ് ഹെഡ് മാസ്റ്റർ ചോദിച്ചത്. ദേ ഹാഡ് നെവർ ഹാഡ് എ ഫോട്ടോഗ്രാഫ് ടേക്കൺ ഓഫ് ഓൾ ഓഫ് ദം ടുഗെദർ ആൻഡ് ദി ചിൽഡ്രൻ വർ എക്സൈറ്റഡ് അറ്റ് ദ ഐഡിയ. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരിക്കലും ഒരു ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും നല്ല ആവേശഭരിതരായിരുന്നു. നോ സൂണർ വാസ് ദ ഹെഡ് മാസ്റ്റർ റെഡി വിത്ത് ഹിസ് ക്യാമറ ദെൻ സംവൺ ഹാഡ് ഗോൺ ടു ദ ടോയ്ലറ്റ്. ഹെഡ് മാസ്റ്റർ ക്യാമറയുമായി തയ്യാറായപ്പോൾ ഉടനെ ആരോ ടോയ്ലറ്റിലേക്ക് പോയി. Then someone else had his gym shoes on the wrong feet and had to change them around. പിന്നെ മറ്റൊരാൾ തൻ്റെ ജിം ഷൂസ് തെറ്റായ കാലുകളിൽ ഇട്ടിരുന്നു, അത് മാറ്റേണ്ടി വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടായിരുന്നു, കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ അവരങ്ങനെ ഇട്ടു. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഷൂസും മാറ്റേണ്ടതായിട്ട് വന്നു. വെൻ ഹി ഫൈനലി സെഡ് ഈസ് എവ്രി വൺ റെഡി. അങ്ങനെ അവസാനം അദ്ദേഹം ചോദിച്ചു, എല്ലാവരും തയ്യാറാണോ, റെഡിയാണോ എന്ന് ചോദിച്ചു. 1 or 2 ഓഫ് ദ ചിൽഡ്രൻ were lying on the ground. കുട്ടികളിൽ 1 or 2 പേര് നിലത്ത് കിടക്കുകയായിരുന്നു. They had become tired of holding their poses so long. അപ്പോൾ അവർ കുറേ നേരം ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ടയേർഡായി പോയായിരുന്നു. ഇറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഗെറ്റിംഗ് എവ്രി വൺ റെഡി ഫോർ ദ ഫോട്ടോഗ്രാഫ്. അപ്പോൾ അത് വലിയൊരു പ്രോബ്ലമായിട്ട് തോന്നി. കാരണം വെച്ചാൽ എല്ലാവരെയും ഒന്ന് ഒരുമിച്ച് കൂട്ടി ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. അപ്പോൾ ആ മുഴുവൻ പ്രക്രിയയും ആ ഫുൾ പ്രോസസ്സും വളരെയധികം സമയമെടുത്തിട്ടാണ് ചെയ്തത്. ബട്ട് ദ ഫോട്ടോഗ്രാഫ് വിത്ത് ദ സീ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഈച്ച് ചൈൽഡ് പോസിംഗ് അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ ഫാൻസി ബിക്കെയിം എ ട്രഷേർഡ് പൊസിഷൻ ഫോർ ഈച്ച് ഓഫ് ദം. പക്ഷേ കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ള ആ പശ്ചാത്തലത്തിൽ കടലും ഓരോ കുട്ടിയും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോസ്റ്റ് ചെയ്യുന്നതുമായ ആ ഫോട്ടോ ഒരു precious ആയി അവർക്ക് തോന്നി. became a treasured possession for each of them. ഓരോരുത്തർക്കും അതൊരു അമൂല്യ സ്വത്തായിട്ട് മാറി. one look at it and memories would flood back. ഒരാൾ ആ ഫോട്ടോയിലേക്ക് നോക്കിയാൽ ഓർമ്മകൾ വീണ്ടും വീണ്ടും ഒഴുകി വരും.
ടോട്ടോ ചാൻ നെവർ forgot that first happy summer vacation. ടോട്ടോ ചാൻ തൻ്റെ ആദ്യത്തെ ആ സന്തോഷകരമായ വേനൽക്കാല അവധി ഒരിക്കലും മറന്നിട്ടില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഈവൻ 5ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും ടോമോയിലെ കളികൾ എന്നുള്ള ഒരു ഭാഗം പഠിക്കാനുണ്ട്. അത് ഈ ടോട്ടോ ചാൻ്റെ മെമ്മറീസ് ആണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടോട്ടോ ചാനും ടോട്ടോ ചാൻ്റെ ഹെഡ് മാസ്റ്ററെ കുറിച്ചൊക്കെയുള്ള ഒരു ഭാഗമാണുള്ളത്. സ്റ്റോറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഹെൽപ്ഫുൾ, പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെഷൻ. താങ്ക് യു.